നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ധനയോഗമുണ്ടോ? കേതു വന്നു. കേതു ഇതിൻ്റെ കൂടെ അലൈൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ട്രാവലിന് പ്രശ്നമുണ്ട്. പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് പോയിട്ട് ഗൾഫിൽ പോയിട്ട് ഈ ശനിയുടെ കൂടെ വേറെ ഒരു എനിമിയോടെ വന്നു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ്. അതേപോലെ ബുധൻ എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് ആണ്, അതേപോലെ ബിസിനസ്സാണ്. ഈ ഫോറിൻ പോയാൽ മാത്രം പോരാല്ലോ, സെറ്റിലാകുമോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ശനിയെ കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഏത് രാജ്യത്ത് നിൽക്കുന്നു അവിടുത്തെ റേഡിയേഷനാണ് അപ്പം നമ്മൾ വരുന്നത്. ആ പ്രഡിക്ഷൻ പലയിടത്ത് തെറ്റാനുള്ള കാരണം ഈ കൺജക്ഷൻ പോയിന്റ്, അതേമാതിരി എനിമീസ് പ്ലാനറ്റ്. അപ്പം നമ്മളിപ്പോഴും ഇവിടെ 3-4 ഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഗ്രഹങ്ങൾ പോസിറ്റീവ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പം നമുക്കിന്നൊരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് വരുന്നത്, ധനയോഗം, അതേമാതിരി വിദേശയാത്ര. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ടൊന്ന് പറയാം, കാരണം ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ്. കാരണം ഇന്നിപ്പം ഗൾഫിൽ പോകാൻ ഒരുപാട് പ്രവാസ ജീവിതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് ഇവിടെ നിൽക്കാനുള്ള താല്പര്യമില്ല. പക്ഷേ എന്നൊരു പലർക്കും കാണും, വിദേശത്ത് പോയി കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ, അഥവാ പോയിട്ട് തിരിച്ചു വരേണ്ടി വരുമോ, അല്ല ലോൺ എടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇനി എന്തായിത്തീരുമെന്നൊക്കെ ഉള്ള ഡൗട്ട് വരും. അപ്പോൾ നമുക്ക് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചില ഗ്രഹങ്ങളെ നോക്കേണ്ടി വരും. അപ്പം വിദേശമായിട്ട് നോക്കുമ്പോൾ മെയിൻ രാഹുവാണ് ഫോറിൻ ട്രാവൽ എന്ന് പറയുന്നത്. രാഹുവിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ രാഹുവിനെ മാത്രം കൺസിഡർ ചെയ്താൽ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ചന്ദ്രൻ എന്ന രാഹു എന്ന് പറഞ്ഞാൽ വിദേശമാണ്, ചന്ദ്രൻ എന്ന യാത്രയാണ്, വിദേശയാത്ര. അപ്പം അങ്ങനെയുള്ളപ്പോൾ 2 ഗ്രഹത്തെയും കൺസിഡർ ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, നമ്മുടെ ജീവഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ആണാണെന്ന് ഒരു ഗുരു ജീവഗ്രഹവും ഒരു ലേഡിയാണെന്നൊരു ശുക്രൻ അവരുടെ ജീവഗ്രഹമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആംഗിലുള്ള കണക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ഓരോ പോസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനന്ത സാധ്യതകളുള്ളതാണ് ഈ പ്രത്യേകിച്ച് ഇന്നിപ്പോഴത്തെ ഒരു സബ്ജക്റ്റ് ബൃഹനാഡി ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. കാരണം ഒരു 40-50% അക്യുറസി ഉള്ളൂ. പക്ഷെ എന്ന് വരില്ല, എൻ്റെ ജീവിതത്തിലെ പല യാത്രകളെന്ന് പറഞ്ഞാൽ ഈ അറിവ് തേടി പോകുക എന്ന് പറഞ്ഞ മാതിരി പലതും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചന്ദ്രകലാനാടി അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ ബൃഹനാഡി, അതുമല്ല എന്ന് വരില്ല നമ്മുടെ KP അസ്ട്രോളജി, നമ്മുടെ അങ്ങനെ പല സബ്ജക്റ്റുമായിട്ട് ഞാൻ പോയപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പം ഈ ചന്ദ്രനും ഈ പറഞ്ഞ രാഹുവും കൂടാതെ നമ്മുടെ ജീവഗ്രഹത്തെ കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് ഈ ഫോറിൻ പോയാൽ മാത്രം പോരാല്ലോ, ഫോറിൻ പോയിട്ട് സെറ്റിലാകുമോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതൊരു അടുത്ത ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ശനിയെ കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ശനി എന്ന് പറഞ്ഞാൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ശനി എന്ന് പറഞ്ഞാൽ വർക്കാണ്, 10ാം ഭാവമാണ്. മീൻസ് ഏറ്റവും വർക്ക്. ഒരു പ്രത്യേകിച്ച് ബൃഹനാഡി ജ്യോതിഷം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രഹങ്ങളെ നോക്കിയാണ് പറയുന്നത്. ഭാവങ്ങൾ മാത്രം നോക്കിയാൽ നമുക്ക് അക്യുറസി കിട്ടുകയില്ല. അതേ മാത്രമല്ല എത്ര ഡിഗ്രി, കാരണം ഈ കേരളത്തിൽ ഈ പറഞ്ഞ ഈ നമ്മുടെ വേദിക അസ്ട്രോളജിയിലൊക്കെ ഉള്ള അക്യുറസി ഇല്ലായ്മ ഇത് തന്നെയാണ്. അപ്പം ഡിഗ്രി നോക്കിയിട്ടാണ് നമ്മൾ അവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇവൻ വെസ്റ്റേൺ ചില സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നും പല നല്ല സോഫ്റ്റ്വെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊന്നും ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ചിഹ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ മൊമെൻ്റ്, അല്ലെ നമ്മൾ ഏത് രാജ്യത്ത് നിൽക്കുന്നു അവിടുത്തെ റേഡിയേഷനാണ് അപ്പം നമ്മൾ വരുന്നത്. ഇപ്പം നമ്മളിവിടെ കേരളത്തിൽ ജനിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേയുടെ ടൈമിൽ നമ്മൾ എവിടെ ആയിരുന്നു എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പലതും പ്രഡിക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ. അപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെ എത്രയൊക്കെ ഡിഗ്രി നിൽക്കുന്നു, ഡിഗ്രി മാത്രമല്ല കൺജക്ഷൻ പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ്. ആ പ്രഡിക്ഷൻ പലയിടത്ത് തെറ്റാനുള്ള കാരണം ഈ കൺജക്ഷൻ പോയിന്റ്, അതേമാതിരി എനിമീസ് പ്ലാനറ്റ്. അപ്പം നമ്മളിപ്പോഴും ഇവിടെ 3-4 ഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഗ്രഹങ്ങൾ പോസിറ്റീവ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. പോസിറ്റീവ് ആണെന്ന് അത് തന്നെയല്ല ആദ്യ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നത്. ഒന്ന് സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞാൽ 159, 2610 അങ്ങനെ ഓരോ കോമ്പിനേഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ നോക്കി 37114812. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനുള്ള ആ ആംഗിളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ അതുമായിട്ട് ട്രയാങ്കിൾ അലൈൻ ചെയ്യണം. ഇത് കോമ്പിനേഷനിൽ കണക്റ്റ് ആകുക മാത്രമല്ല ഇതിൻ്റെ അടുത്ത് ഏതെങ്കിലും എനിമി ഗ്രഹങ്ങളുണ്ടോ. അപ്പോൾ ഈ പ്ലാനറ്റിൻ്റെ എനിമി ഗ്രഹങ്ങളുണ്ടെന്ന് വരി അവിടെ പ്രശ്നമാണ്. സപ്പോസ് ഇപ്പോൾ കേതു വന്നു, കേതു ഇതിൻ്റെ കൂടെ അലൈൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ട്രാവലിന് പ്രശ്നമുണ്ട്. പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് പോയിട്ട് ഗൾഫിൽ പോയിട്ട്
തിരിച്ചു പോകേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ച് മൾട്ടിപ്പിൾ സ്ഥലത്ത് പോയിട്ട് ജോബ് മാറി 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 ചെയ്യേണ്ടത്, അല്ല മൾട്ടിപ്പിൾ കമ്പനികളിലെ 3 കൂടെ റേഡിയേഷൻ വേറെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ മീൻസ് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ശനിയുടെ കാര്യം നോക്കണം. അപ്പോൾ ഈ ശനിയുടെ കൂടെ വേറെ ഒരു എനിമിയുടെ വന്നു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം ഈ എപ്പോൾ പോകാൻ പറ്റുമെന്ന് ചിലപ്പോൾ ഒരു യാത്ര അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ്. എപ്പം നമുക്ക് വിദേശത്ത് പോകാൻ പറ്റും, അത് നമ്മുടെ ഇന്നത്തെ ട്രാൻസിറ്റ്, ഓരോ ഗ്രഹങ്ങൾ ട്രാൻസിറ്റ് നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു, എങ്ങനെയെന്ന് നോക്കിയിട്ട് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്, അല്ലെ അങ്ങനെ അക്യുറസി ഉണ്ട് എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം. അപ്പം അത് ഇല്ല എന്നൊക്കെ ചില ആൾക്കാർ തർക്കിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നത്. അപ്പം ഫോറിൻ പോകുന്നത്, ഫോറിൻ സെറ്റിൽമെൻറ്റ്, ഫോറിൻ പെർമനൻ്റ് ആയിട്ട് താമസിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയും. ഇനി നമുക്ക് അതേമാതിരി തന്നെ ഈ എപ്പിസോഡിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ധനയോഗമുണ്ടോ? അപ്പോൾ ധനയോഗം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സപ്പോസ് നമുക്ക് ജീവഗ്രഹത്തെ എടുക്കാം. അതേമാതിരി നമുക്ക് ഗുരു, ഈ പറഞ്ഞ ഇപ്പം ഗുരു കൂടാതെ ശുക്രനെ എടുക്കാം. ശുക്രൻ ആഡംബരത്തിൻ്റെ ഗ്രഹമാണ്, പൈസയുടെ ഗ്രഹമാണ്. അതേപോലെ ബുധൻ എന്ന് പറഞ്ഞാൽ ഫൈനാൻസാണ്, അതേപോലെ ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ വരുമല്ലോ, ഒരു ബിസിനസ്സാണ്. അതുമല്ലെന്നിട്ട് ശനി, അതുപോലെ ശനി എടുക്കേണ്ടി വരും. ശനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കർമ്മഭാവമാണ് ശനി. അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങളെ നോക്കിയിട്ട് ആ ഗ്രഹങ്ങളുടെ കാരകത്വം, ഏതൊക്കെ പോസിറ്റീവ് ഗ്രഹങ്ങൾ നിൽക്കുന്നു, അല്ലെ ഇതുമായിട്ട് കേതു കണക്റ്റഡ് ആണെന്നോ, ചൊവ്വ കണക്റ്റഡ് ആണെന്നോ. അപ്പോൾ കേതു ചൊവ്വ അവിടെ ഫൈനാൻഷ്യൽ ലോസാണ്. അപ്പോൾ അങ്ങനെ അല്ലെന്നൊരു മൂൺ പ്ലസ് ചൊവ്വ അവിടെ ഫൈനാൻഷ്യൽ ലോസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഗ്രഹങ്ങൾ, കേതു പലയിടത്തും ഫൈനാൻഷ്യൽ ലോസ് അല്ലെന്നൊരു ഇങ്ങനോരോ പല കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഒരുപാട് നമുക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് പറയാൻ അറിയാവുന്ന ആൾക്കാർക്കാണ് ഈ എല്ലാ സംഭവത്തിനും 100% സൊല്യൂഷൻ കൊടുക്കാവുന്ന ഒരു ഫാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനോ അറിയാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെന്നൊരു നമ്മുടെ നമ്പർ, വാട്സപ്പ് ബാക്കി നമ്പറുകളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന രീതിയിൽ നമുക്കതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠിക്കുക ഡീറ്റെയിൽസ് ഇത് തന്നെയല്ല, മെഡിക്കൽ അസ്ട്രോളജി അങ്ങനെ പല സബ്ജക്റ്റ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ പ്രഡിക്റ്റീവ് അല്ലെന്നൊരു ലാഗ് കിതാബ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഠിക്കാനാണെന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വരില്ല, ഇതിലെ വാട്സപ്പ് അയച്ചിട്ട് അല്ലെന്നൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സൊക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി കൺസൾട്ടേഷനോ ബാക്കി കാര്യങ്ങൾ എന്തായാലും ഉണ്ടെന്ന് വരി കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.